5-5.5 മണിക്കൂർ ഓപ്പറേഷന് ശേഷം കയ്യും കാലൊക്കെ നിവർത്തിയിരിക്കുമ്പോഴാണ് അടുത്ത ഓപ്പറേഷന് വേണ്ടി അവിടെ ബെഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നഴ്സ് ചേച്ചിനെയും അതേപോലെ നമ്മുടെ ഡോക്ടർ കണ്ണാടിക്കുട്ടീനെയും കണ്ടുകൊണ്ട് നിന്നത്. ഈ വീഡിയോക്ക് ഒരു 4K ലൈക്ക് കിട്ടണേ. നിങ്ങൾ പറയുന്ന ചൈനീസ് അടുത്ത സാധനം ഞാൻ ട്രൈ ചെയ്ത് നോക്കാണ്. കൂടെ സബ് കൂടി ചെയ്തേക്കണേ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന രീതി കാണിച്ചു തരാം. വിജിലംബിച്ച് ഹോളിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ എങ്ങനെ വഴി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓരോ സ്ഥലത്തും ഓരോ 10 ബോർഡ് ഉണ്ടാവും. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ കാർഡ് വെച്ച് ഉരച്ച് കഴിഞ്ഞപ്പോൾ നേരെ അപ്പുറത്ത് ആദ്യം ഒരു കാർഡ്ബോർഡ് തുറന്നു. അതിൻ്റെ അകത്തേന്ന് നമ്മുടെ ഡ്രസ്സ്, അങ്ങനെ ആ ഡ്രസ്സും വാരി എടുത്തിട്ടതിന് ശേഷം നേരെ നമ്മൾ സ്ക്രബ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ക്രബ് കൊണ്ടുപോയിട്ട് ആദ്യം അണ്ടാവിലേക്ക് തട്ടണമല്ലോ. അങ്ങനെ വലിയൊരു അണ്ടാവിൻ്റെ മേലെയും വെച്ച് അതിൻ്റെ അകത്തേക്ക് നേരെ കാർഡ് മറിച്ച് കഴിയുമ്പോൾ ഈ അണ്ടാവ് തുറന്ന് അതിൻ്റെ വായിലേക്ക് സാധനം ഇറങ്ങിപ്പോകും. കാരണം സ്റ്റെറിലൈസ് ചെയ്യാനാണ്. ഉപയോഗിച്ച മാസ്കും തൊപ്പിയും കൂടി നമ്മൾ നേരെ വേസ്റ്റിലേക്കും ഇട്ട് നേരെ അടുത്തൊരു ഓരോ ഉരയ്ക്കണ സമയത്ത് നമ്മൾ ഓട്ടിയിലേക്ക് കയറുന്നതിന് മുന്നേ ഷൂ മാറ്റി എന്നുള്ളതുകൊണ്ട് ആ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ആ പെട്ടി തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടേന്ന ഷൂവും എടുത്ത് തിയേറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പെടുത്ത് അടുത്തൊരു അണ്ടാവിൻ്റെ മേലെ അത് വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതും വായ തുറന്ന് നേരെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അതും സ്റ്റെറിലൈസേഷൻ ഉള്ളതാണ്. തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇത്രയും നേരം ഉരച്ച കാട